Hi all. നമ്മളെല്ലാവരും നീറ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള സാധനമാണ് നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാറ്റഗറി എങ്ങനെ സെലക്ട് ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ കാറ്റഗറി ആയിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുഴുവനായിട്ട് മനസ്സിലാവുന്നത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ മുഴുവനായിട്ടും ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാറ്റഗറി സർട്ടിഫിക്കറ്റുകളെ പറ്റി നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്, എല്ലാ കാറ്റഗറി സർട്ടിഫിക്കറ്റും നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് തഹസിൽദാരുടെ കയ്യിൽ നിന്നാണ് വാങ്ങേണ്ടത്. ആൻഡ് എല്ലാ സർട്ടിഫിക്കറ്റിലും സെൻട്രൽ പർപ്പസിന് എന്ന രീതിയിൽ പറയുകയും വേണം. സെപ്പറേറ്റ് ആയിട്ട് സെൻട്രൽ പർപ്പസ് എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റുകളെല്ലാം എടുക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഏത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നമുക്കത് രണ്ട് രൂപത്തിൽ വാങ്ങാൻ പറ്റും. ഒന്ന്, നീറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിന് അതത് സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ള ഒരു പ്രൊഫോമ ഉണ്ട്. അത് പ്രിന്റ് എടുത്ത് നമ്മൾ തഹസിൽദാരുടെ ഓഫീസിൽ പോയി തഹസിൽദാരെ കണ്ട് നേരിട്ട് സൈൻ ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരു വഴിയാണ്. രണ്ടാമത്തെ വഴി ഓൺലൈൻ വഴി അക്ഷയ സെന്ററുകൾ വഴി പോയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കാം. ഇതാണ് രണ്ട് വഴികൾ. ഇനി മൂന്നാമതൊരു വഴി കൂടി നമുക്ക് നീറ്റ് NTA തരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, പക്ഷെ ഇപ്പൊ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോം എന്നൊരു ഫോം ഉണ്ട്. സർട്ടിഫിക്കറ്റുകൾ കിട്ടാത്ത ആളുകൾക്ക് സെൽഫ് ഡിക്ലറേഷൻ ഫോം എടുത്ത്, അതും നീറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിലുണ്ട്, അതെടുക്കുക. അതിനകത്ത് കുട്ടിയുടെ പേരും ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് പേരന്റും കുട്ടിയും സൈൻ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുക. പിന്നെ അഡ്മിഷൻ സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. സോ ഈ മൂന്ന് മാർഗങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. ഒന്ന്, നേരെ തഹസിൽദാരുടെ അടുത്ത് പോവുക, അവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോകുന്ന പ്രൊഫോമയിൽ ഡയറക്ട്ലി സൈൻ ചെയ്ത് വാങ്ങുക. രണ്ടാമത്തെ കാര്യം ഓൺലൈനായിട്ട് അക്ഷയ വഴി വാങ്ങുക. മൂന്നാമത്തെ കാര്യം സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഇല്ല, സെൽഫ് ഡിക്ലറേഷൻ ഫോം ആണുള്ളത്, അത് കൊടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഏതെല്ലാം കാറ്റഗറികളാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി ചെറുതായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഒന്നാമത്തെ വിഭാഗം ജനറൽ കാറ്റഗറിയാണ്. പ്രത്യേകിച്ച് ഒരു സംവരണവും കിട്ടാത്ത ആളുകളാണ് ജനറൽ കാറ്റഗറി ആളുകൾ. രണ്ടാമത്തത് SC/ST വിഭാഗക്കാരാണ്. SC/ST വിഭാഗക്കാര് ഞാൻ മുകളിൽ പറഞ്ഞ പ്രകാരം കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. തഹസിൽദാരുടെ കയ്യിൽ നിന്ന് സെൻട്രൽ പർപ്പസിലേക്ക് വേണ്ടിയിട്ടുള്ള നിലയിലേക്ക് വാങ്ങുക. ഇനി OBC കാറ്റഗറിക്കാരുണ്ട്. OBCയിൽ തന്നെ ക്രീമി ലെയർ ഉണ്ട്, നോൺ ക്രീമി ലെയർ ഉണ്ട്. നോൺ ക്രീമി ലെയർ ഉള്ള ആളുകൾക്കാണ് സംവരണം കിട്ടുക. നോൺ ക്രീമി ലെയർ എന്നാൽ OBC വിഭാഗങ്ങളിൽപ്പെട്ട ജാതികളിൽ വരികയും ആനുവൽ ഇൻകം, ഫാമിലിയുടെ മുഴുവൻ ആനുവൽ ഇൻകം 8 ലക്ഷത്തിൽ താഴെ വരികയും ചെയ്യുന്ന ആളുകൾക്കാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുക. സോ അത്തരം ആളുകൾക്കും തഹസിൽദാരെ സമീപിച്ച് അവർക്ക് ഞാൻ മേലെ പറഞ്ഞ പോലെ ഒന്നെങ്കിലും ഡയറക്ട്ലി അല്ലെങ്കിൽ ഓൺലൈൻ വഴിയിട്ട് അല്ലെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ വഴിയിട്ട് ആ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എങ്കിൽ മാത്രമേ OBC റിസർവേഷൻ കിട്ടുള്ളൂ. OBC-കാരുടെ ആനുവൽ ഇൻകം 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അവരെ ജനറൽ കാറ്റഗറി ആയിട്ടാണ് പരിഗണിക്കുക. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EWS കാറ്റഗറി, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നാണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ OBC-ലോ SC/ST-ലോ വരുന്ന ആളുകളെ പരിഗണിക്കില്ല ഒരിക്കലും. ജനറൽ വിഭാഗക്കാർക്കുള്ളതാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അയാൾ ജനറൽ വിഭാഗത്തിലാവുകയും അവരുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം 4 ലക്ഷത്തിൽ താഴെ ആവുകയും അവർ താമസിക്കുന്ന വീട് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ ആവുകയും സ്വന്തമായിട്ട് ഉള്ള സ്ഥലം പുരയിടം 4 സെന്റിൽ താഴെ ആവുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് EWS കിട്ടുക. ഇതും തഹസിൽദാരുടെ അടുത്ത് ഞാൻ മേലെ പറഞ്ഞ ഫോർമാറ്റിൽ തന്നെയാണ് വാങ്ങേണ്ടത്. സോ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, തഹസിൽദാരുടെ അടുത്ത് നേരിട്ട് പോയോ തഹസിൽദാരുടെ കയ്യിൽ നിന്ന് ഓൺലൈൻ ആയിട്ടോ നമുക്ക് വാങ്ങാവുന്നതാണ്. അതിൽ സെൻട്രൽ പർപ്പസ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. മറ്റെന്തെങ്കിലും ഡൗട്ട് നീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് വെക്കുക. നമ്മൾ എല്ലാവിധ ഡീറ്റെയിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ.